കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി അയൽവാസികളായ അമ്മയെയും മകനെയും ചെന്താമര എന്ന പ്രതി അയൽവാസിയായ സജിതയെ 2019 പെടുത്തുന്നു. ഇന്ന് കൊണ്ട സുധാകരന്റെ ഭാര്യയാണ്. മനുഷ്യന്റെ ജീവൻ ഒരു വില ഇവിടെ ഇല്ല. എന്ത് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ക്രിമിനൽ ആണോ? അകത്ത് പോവാം, അവന്മാർക്ക് ജയിലാണെങ്കിലും ഫുഡ് കിട്ടും, കയറെന്നും പറഞ്ഞിട്ട് അവന്മാർ വിധിക്കും. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടും. 2 മാസം ജാമ്യത്തിൽ പുറത്തിറങ്ങി വരാം. ആദ്യം തീർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരു സ്ത്രീയെ, 2 മക്കളുള്ള സ്ത്രീയെ തീർത്ത്, അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് 2019 നടക്കുന്നു. തിരിച്ചിറങ്ങി വരുന്നു. അതേ വീട്ടിലെ മരണപ്പെട്ട ഭാര്യയുടെ ഭർത്താവിനെ അമ്മയും നൈസായിട്ട് അങ്ങ് തീർത്ത്. നാട്ടുകാർ നോക്കിയാൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു 4 പേരെ തീർക്കുമെന്ന്. മനുഷ്യന്റെ ജീവനെ പുല്ലുവില. ഈ പറയുന്ന തക്കാളി മോന്മാരുണ്ടല്ലോ, ചെന്താമരാശൻ എന്നല്ല ഇവനെ വിളിക്കുന്നത്, ചെന്താളി എന്നവനെ വിളിക്കേണ്ടത്. ഇവിടുത്തെ ഒരു നിയമ സംവിധാനത്തിനോ ഗവൺമെന്റിനോ ഇവിടുത്തെ ഒരു മനുഷ്യന്റെ ജീവിതം സംരക്ഷിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ നികുതി കൊടുക്കുന്നത്? എന്തിനാ നമ്മൾ ചുരുട്ടി കൊടുക്കുന്നത്? ചുമ്മാ പിള്ളേരൊക്കെ യുകെയിലോട്ടും കാനഡയിലോട്ടും മറ്റിടത്തോട്ടും മറിച്ചിടത്തോട്ടും ഒക്കെ പോകുന്നത് വെറുതെ അല്ല. ഇതുകൊണ്ടാ സേഫ് അല്ല. ഇവിടെ ഒരു മനുഷ്യനും സേഫ് അല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇവിടെ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ മനുഷ്യരെ കടിച്ചു കീറി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അപ്പൊ വരും മേനകാ ഗാന്ധിയെ പോലുള്ള ആളുകൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ. ഒരു സ്ത്രീയാണ് ഒരു പുലി കടിച്ചു നിന്ന് ഇല്ലാതാക്കിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ പുലിയെ കൊല്ലണമെന്ന് ഓർഡർ വന്നപ്പോഴത്തേന് മേനകാ ഗാന്ധിയുടെ ഓർഡർ വന്ന് പുലിയെ കൊല്ലരുത്. പക്ഷെ ഒരു കാര്യമില്ല, രായ്ക്ക് രാമായണം പുലി ഉദാഹവ ഒരു പണി നടക്കത്തില്ല. പുലിക്ക് വേറെ പുലി പണി കൊടുത്തു. ആ പുലി ഏതാന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് വരുമ്പോൾ കാണാം. മനസ്സിലാക്കണം, മനുഷ്യന്റെ ജീവൻ ഇവിടെ ഒരു വിലയില്ല, പുല്ല് വില. തീട്ടത്തിന് അതിൽ വില ഉണ്ടോ പലയിടത്തും.